ഫയലിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എടുക്കാം. ഫൈനൽ ഔട്ട്പുട്ട് എടുക്കുന്നതിന് വേണ്ടി ഫയൽ മെനുവിൽ എക്സ്പോർട്ട് മൂവി കൊടുക്കണം. എക്സ്പോർട്ട് മൂവിയിൽ നമ്മുടെ ഫയൽ ഫോർമാറ്റ് എന്ത് വേണമെന്നുള്ളത് നമ്മുടെ ആവശ്യമനുസരിച്ചാണ്. നമുക്കിപ്പം ആദ്യമായിട്ട് AVI ഫയലായിട്ട് റെൻഡർ ചെയ്യാം. അതിൽ സേവ് ആസ് ടൈപ്പിൽ ക്ലിക്ക് ചെയ്ത് വിൻഡോസ് AVI സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് നമ്മളൊരു പാത്ത് എവിടെയാണെന്ന് വെച്ചാൽ ആ പാത്ത് ഇവിടെ സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞ് ഫയൽ നെയിം കൊടുക്കുന്നു. നമ്മൾ ഫയൽ നെയിം കൊടുത്ത് സേവ് കഴിഞ്ഞ് അതിൻ്റെ ഡയമെൻഷൻസ് 720x576 ആയിരിക്കണം. വീഡിയോ ഫോർമാറ്റ് 16-bit കളർ, കംപ്രസ് വീഡിയോ, സ്മൂത്ത്, സൗണ്ട് ഫോർമാറ്റ് ഡിസേബിൾ. സൗണ്ട് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൗണ്ടിൽ നമുക്ക് ഇവിടെ ഇഷ്ടമുള്ളൊരു ഇത് കൊടുക്കാം. 44 kHz 8-bit മോണോയോ 8-bit സ്റ്റീരിയോയോ കൊടുക്കാം. ഓക്കെ. ഇനി ഫുൾ ഫ്രെയിംസ് അൺകംപ്രസ്ഡ് ഫയൽസ് ആണെങ്കിൽ ഈ മൂവി വളരെ ഫയൽ സൈസ് ആയിരിക്കും, വളരെ കൂടുതലായിരിക്കും. സാധാരണ കൊടുക്കേണ്ടത് സിനിപെക് കോഡക് ബൈ റേഡിയസ് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ കംപ്രഷൻ ക്വാളിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. ഓക്കെ കൊടുത്താൽ ഫൈനൽ റെൻഡർ ചെയ്ത് വരും. അതല്ലാതെ നമ്മളിപ്പോൾ TVയിലേക്കാണ് നമ്മൾ ഫൈനൽ ഔട്ട്പുട്ട് എടുക്കുന്നതെങ്കിൽ TVയിലേക്ക് നമുക്ക് AVI എടുക്കാൻ കഴിയില്ല, കാരണം ക്വാളിറ്റി കുറവായിരിക്കും, അതല്ലെങ്കിലും വലിയ ഫയൽ സൈസ് ആയിരിക്കും. നമുക്ക് ചെയ്യേണ്ടത് അതിൻ്റെ മാക്സിമം ക്വാളിറ്റിയിൽ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി സീക്വൻസ് ആയിട്ടായിരിക്കും മൂവി എക്സ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ സീക്വൻസ് ആയിട്ട് സാധാരണ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് മറ്റ് സോഫ്റ്റ്വെയറിൽ TGA സീക്വൻസ് ആയിട്ടായിരിക്കും. ഫ്ലാഷിൽ TGA സീക്വൻസ് ഇല്ല. TGA എന്ന് പറഞ്ഞാൽ ടെർഗ സീക്വൻസ് ഇല്ല. അതിന് പകരം നമുക്ക് ഉപയോഗിക്കാവുന്നത് PNG സീക്വൻസ് ആണ്. PNG സീക്വൻസ് എടുക്കുന്നതിനായിട്ട് ഫയൽ മെനുവിൽ എക്സ്പോർട്ട് മൂവി PNG സീക്വൻസ് സെലക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എവിടെയാണോ PNG സീക്വൻസ് എടുക്കുമ്പോൾ സെപ്പറേറ്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് വേണം PNG സീക്വൻസ് എടുക്കാൻ. നമ്മളിപ്പോൾ സീൻ 1 എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. അത് എൻ്റർ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ഫയൽ മെനുവിൽ നമ്മൾ 1-2 അക്ഷരം വരത്തക്ക വിധം ഒരു അക്കമോ അക്ഷരമോ വരത്തക്ക ഒരു നെയിമാണ് കൊടുക്കേണ്ടത്. വളരെ വലിയ നെയിം കൊടുക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞ് സേവ് കൊടുക്കുന്നു. സേവ് എടുക്കുമ്പോഴത്തേക്ക് പിക്സൽ ഡയമെൻഷൻ വിഡ്ത്തും ഹൈറ്റും നമ്മുടെ മൂവിയുടെ വിഡ്ത്ത് തന്നെ ആയിരിക്കണം. റെസൊല്യൂഷൻ 72. അത് മാച്ച് സ്ക്രീൻ ക്ലിക്ക് ചെയ്താൽ ഇത് കറക്റ്റായിട്ട് വരും. കളേഴ്സ് 24-bit എടുക്കുന്നു. ഓക്കെ കൊടുക്കും. ഇങ്ങനെ PNG സീക്വൻസ് ആയിട്ട് എടുത്ത സീൻസുകളെല്ലാം കൂടി അഡോബ് പ്രീമിയർ പോലുള്ള വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ നമ്മൾ എല്ലാം ഇമ്പോർട്ട് ചെയ്ത് ഫൈനൽ എഡിറ്റ് ചെയ്തെടുക്കുകയും ഓഡിയോ മിക്സിങ്, സ്പെഷ്യൽ എഫക്ട്സ് എല്ലാം കൂടി ചേർത്തിട്ട് ഫൈനൽ മൂവി ഒരു വീഡിയോ സോഫ്റ്റ്വെയറിലാണ് തയ്യാറാക്കുന്നത്. ഫ്ലാഷിൽ നമ്മൾ ഫൈനൽ മൂവി തയ്യാറാക്കാറില്ല. ഫ്ലാഷിൽ അത് സീക്വൻസ് ആയിട്ട് റെൻഡർ ചെയ്ത് ഓരോ സീൻ ബൈ സീനായിട്ട് റെൻഡർ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ ഓഡിയോ ലിപ് മൂവ്മെൻറ്റ്സ് കറക്റ്റാക്കാൻ മാത്രമാണ് ഫ്ലാഷിൽ ഓഡിയോ ഉപയോഗിക്കുന്നത്. അതല്ലാതെ ഫൈനലായിട്ട് ഓഡിയോ സിങ്കിങ് നടത്തുന്നത് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലായിരിക്കും. ഇങ്ങനെ എല്ലാ വർക്കുകളും കഴിഞ്ഞ മൂവിയുടെ ഫൈനൽ ഔട്ട്പുട്ട് വീഡിയോ ടേപ്പിലേക്ക് പകർത്തുന്നു. മിക്ക TV ചാനലുകളും ബീറ്റ ഫോർമാറ്റിലുള്ള ഫയലുകളാണ് സ്വീകരിക്കാറ്. നല്ല ക്വാളിറ്റി നൽകുന്നത് ബീറ്റയാണ്.